സോ എക്സെപ്റ്റ് സി എക്സ് ഓർ വൈ, ഇപ്പൊ ഇതിന്റെ ഞാൻ പോയിന്റ് പിടികിട്ടിയോ? അപ്പൊ ഇതുപോലെ ഇപ്പൊ ഒരു 10 ലക്ഷം രൂപ കയ്യിലുള്ള ഒരാൾക്കാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായ റിട്ടേൺ, അത് ഇനി ഒരു പക്ഷേ ഇനി വി പി എൽ അഥവാ താഴ്ന്നു, ഇനി സപ്പോസ് വാങ്ങിച്ചതിന് ശേഷം താഴ്ന്നു പോയാൽ എന്ത് ചെയ്യും സാർ എന്ന് ചോദിക്കുന്നതിനുള്ള ഉത്തരം നോക്കൂ. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യണം, ഹിസ്റ്ററി പരിശോധിക്കണം. എപ്പോഴും ഒരാളുടെ എന്താ പറയുക, അയാളുടെ ഗുഡ് സർട്ടിഫിക്കറ്റ്, നമ്മളിപ്പോൾ ഒരു സ്കൂളിൽ നിന്ന് ഇനി ഒരു സ്കൂളിലേക്ക് പോകുമ്പോൾ നമുക്കൊരു കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് തരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ എത്ര കാലം നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ടായിരുന്നുവോ, ഒരു സ്കൂളാണെങ്കിലോ ഓർഗനൈസേഷനിൽ ഉണ്ടായിരുന്നുവോ, അവിടെ അത്രയും കാലം നമ്മൾ നന്നായിരുന്നു, അല്ലെങ്കിൽ നമ്മളുടെ പ്രവൃത്തിയൊക്കെ ഗുഡാണ്, അല്ലെങ്കിൽ അയാൾ പെശകാണ്, അല്ലെങ്കിൽ എന്നുള്ളതിൻ്റെ സർട്ടിഫിക്കറ്റ് തരുന്നത് എന്തിൻ്റെ ബേസിസിലാണ്? ആ കുട്ടി അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ പേഴ്സൺ ആ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്ന കാലത്തെ അയാളുടെ ബാക്ക് ഹിസ്റ്ററി വെച്ചിട്ടല്ലേ, അയാളുടെ ഹിസ്റ്ററി അല്ലേ. അപ്പം നമ്മളൊരു കമ്പനിയുടെ അത് എങ്ങനെയാണ്, അതിൻ്റെ വളർച്ചയുള്ള കമ്പനിയാണോ ഇല്ലയോ എന്ന് അറിയാൻ ഈസി ആയിട്ട് അതിൻ്റെ ബാക്ക് ഹിസ്റ്ററി എടുത്ത് നോക്കുക. നമുക്കിപ്പോൾ നിങ്ങളെ ഇപ്പോൾ ഒരു കാണിക്കാൻ വി ബി എൽ തന്നെ എടുത്ത് വെച്ചേക്കുക, എന്നാ നോക്കൂ, ഇതാണ് വി ബി എൽ. വി ബി എൽ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നു. ഞാൻ പറഞ്ഞത് ഇതാ ഈ ലെവലിലാണ്, 1420 എടുക്കാൻ പറഞ്ഞത് ഈ ലൈനിലാണ്. വലുതാക്കി കാണിക്കാം. എന്തുകൊണ്ട് ഈ ലൈനിൽ പറഞ്ഞു? ഈ ലൈൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നു. ഈ രണ്ട് വലിയ മെർബസ് വന്നു, താഴെ വരെ വന്നു, തിരിച്ചത് ഒരു ഹാമർ ക്യാൻഡിൽ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നു. സ്റ്റോക്ക് സെലക്ഷനെ പറ്റിയിട്ട് പലരും ചോദിക്കുന്നു. ഇതെല്ലാം അങ്ങനെ ഓരോന്ന് എനിക്ക് വരി വെച്ച് പഠിപ്പിക്കാനൊന്നും പറ്റത്തില്ല. ഇതും ഇതിൻ്റെ പാർട്ട് ഓഫ് സ്റ്റോക്ക് സെലക്ഷൻ്റെ പാർട്ടായിട്ട് കണ്ടാൽ മതി. ഇതൊക്കെ ഇതാ ഇവിടെ നിൽക്കുന്നു ഈ സ്റ്റോക്ക്. അപ്പോൾ ഇത് ഇവിടെ വരെ വന്നു, അപ്പോൾ നമ്മൾ മിണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും താഴെ പോയിട്ട് സ്റ്റോക്ക് എന്ത് ചെയ്തു, തിരിച്ചിവിടെ സപ്പോർട്ട്. ഇതിൻ്റെ ഈ ക്യാൻഡിൽ എന്താ അർത്ഥം വയ്ക്കുന്നത്? ദിസ് ഈസ് എ ഹാമർ ക്യാൻഡിൽ. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇവിടെ സെല്ലേഴ്സിനെക്കാളും ബയ്യേഴ്സ് ഈ ഏരിയയിൽ ശക്തമായിട്ട് നിൽക്കുന്നു എന്നർത്ഥം. അതുമാത്രമല്ല, താഴത്തെ വോളിയം നോക്കൂ. വോളിയം ക്യാൻഡിൽ ആവറേജ് വോളിയത്തിൻ്റെ ഒരു ലൈൻ ഇവിടെ ഇങ്ങനെ ഒരു ബ്ലൂ കളർ ലൈൻ പോകുന്നുണ്ടോ? ആവറേജ് വോളിയത്തെക്കാൾ മുകളിലാണ് ഇന്ന് ട്രേഡ് ചെയ്യപ്പെടുന്നത്. അതും ഒരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ്. പക്ഷേ അതിൻ്റെ ക്യാൻഡിലിൻ്റെ വലിപ്പം അത് വലിയ ഒരു ഷാഡോസോടുകൂടി നിൽക്കുന്ന ഒരു ക്യാൻഡിൽ. അപ്പോൾ ഇനി വരാൻ പോകുന്നത് ഒരു കറക്റ്റായിട്ടുള്ള റിവേഴ്സലാണെന്നും, അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ കൺഫർമേഷന് വേണ്ടി എന്ത് വേണം? ഇപ്പോൾ ഇത് ഈ ഒരു മാസത്തെ ട്രേഡിൻ്റെ ആവറേജാണ് ഈ കാണുന്ന റെഡ് ലൈൻ എന്ന് പറയുന്നത്, ഒരു മാസത്തെ ആവറേജ് ലൈൻ. അപ്പോൾ ആ ഒരു മാസത്തെ കഴിഞ്ഞ ഒരു മാസം അത് ട്രേഡ് ചെയ്ത ആവറേജ് ലൈനിനേക്കാളും താഴെയാണ് നിൽക്കുന്നത് ഇപ്പോഴും. ഇന്ന് ബുള്ളിഷ്നെസ് ഉണ്ട്, ബയ്യേഴ്സ് അവിടെ ഉണ്ട്, പക്ഷെ ഈ ലൈനിനും താഴെയാണ് ഇവനിവിടെ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് വേണം? ഇതിന് മേളിലേക്ക് വരുമ്പോൾ എവിടെ വരണം? കുറച്ചൊരു ഡീവിയേഷൻ കൊടുത്ത് 1400, ഇപ്പോൾ 1400 നിൽക്കുന്നു, പകരം 1420 എത്തുമ്പോൾ എന്താ സംഭവിക്കുക? അവൻ ഈ ഒരു മാസത്തെ ട്രേഡിൻ്റെ ആവറേജിൻ്റെയും മേളിൽ ട്രേഡ് ചെയ്യാൻ തുടങ്ങും. അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു മാസത്തെ ആവറേജിൻ്റെ മേളിൽ എന്ന് പറയുമ്പോൾ 1 മന്ത് ആവറേജിനേക്കാളും മുകളിലേക്ക് അവൻ ട്രേഡ് വന്നു എന്ന് പറയുമ്പോൾ അടുത്ത മാസം, അപ്പോൾ ആ കണ്ടിന്യൂ ഫോളോയിങ് മന്ത് എന്തായിരിക്കും? അത് മേളിലേക്ക് പോകാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും, ബയ്യേഴ്സ് കൂടുതലായിരിക്കും എന്നർത്ഥം. കാരണം ഇതൊക്കെ നല്ല സ്റ്റോക്ക് ആയതുകൊണ്ട് ബൈ ഓൺ ഡിപ്പിൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടെന്നർത്ഥം. ഇത് സൂചിപ്പിക്കുന്നത് സ്റ്റോക്ക് ഇനി ഇതിൻ്റെ ബാക്ക് ഹിസ്റ്ററി നോക്കണ്ടേ? അതല്ലേ അടുത്ത നമ്മൾ പറഞ്ഞത്. ഇതിൻ്റെ ബാക്ക് ഹിസ്റ്ററി നോക്കിയാൽ ഈ സ്റ്റോക്ക് വളരുമോ ഇല്ലയോ എന്നുള്ളതിന് നോക്കാൻ എളുപ്പമാർഗം കിടക്കും. ഒരാളുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് അറിയണമെങ്കിൽ എന്തറിയണം? നമ്മൾ ബാക്ക് ഹിസ്റ്ററി പോകണം. ഏറ്റവും ബാക്കിൽ പോയാൽ ഏറ്റവും കുറഞ്ഞത് ഇവിടെ ഈ പോയിന്റിൽ നിന്നാണല്ലോ ഇതിങ്ങനെ കയറി തുടങ്ങിയിരിക്കുന്നത്, കണ്ടോ? അപ്പോൾ ഈ പോയിന്റ് ഏതാണ്? 2000 ഇതല്ല, ഇവിടെ നോക്കൂ, ഈ പോയിന്റാണ്. ഇത് തുടക്കത്തിൽ 166 രൂപ ഉണ്ടായിരുന്ന സ്റ്റോക്ക് എപ്പോഴാണ്? നവംബർ 2020. ഇതിപ്പോൾ എത്രയാണ്? 24 ഫെബ്രുവരി, യെസ്, അല്ലെങ്കിൽ മാർച്ച് എന്ന് പറയാം, ഇന്ന് അവസാനം. 2020 നവംബറിലാണ്, നവംബർ 24-ാം തീയതി മുതൽ 4 വർഷത്തോളമായി ഏതാണ്ട്, അല്ലെങ്കിൽ 3.25 വർഷത്തിന് മുന്നെയാണ് ഇത് കയറി തുടങ്ങിയത്. ആ കയറി തുടങ്ങിയ നാൾ മുതൽ ഇത് നോക്കൂ,
ഓരോ ഓരോ ദിവസവും, ഇത് ഡെയിലി ക്യാൻഡിലാണ്, ഓരോ ദിവസത്തെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് നോക്കൂ. സൂക്ഷ്മമായിട്ട് നിങ്ങൾ പരിശോധിച്ചാൽ അവൻ ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. കണ്ടോ? കുറച്ച് 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 കുറച്ചാ വളർന്നുകൊണ്ടേയിരിക്കുന്നു. കണ്ടോ? അപ്പോൾ ഈ വളർച്ച എന്താണ്? ഇങ്ങനെ വളർന്ന് 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 ഇങ്ങനെ വളർന്നു വരിക. ഇവിടെ എത്തിയപ്പോൾ ഒന്നും കൂടി ബൂസ്റ്റ് ചെയ്തു. അപ്പോൾ ഈ സ്റ്റോക്ക് ഇനിയും നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് എന്ത് ചെയ്യാം? ഹോൾഡ് ചെയ്യാം. അതുമാത്രമല്ല, ഇൻവെസ്റ്റേഴ്സിനും ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഒക്കെ, അത് FIs ആയിട്ട് DIs ആയിക്കോട്ടെ, എല്ലാവർക്കും താല്പര്യമുള്ള സ്റ്റോക്കാണെന്ന് മനസ്സിലാക്കാൻ ഇത് തന്നെയാണ്. ഇതിൻ്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് ആണോ ബാഡ്? ചില സ്റ്റോക്കുകൾ നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഇങ്ങനെ ഒരു കയറും, പിന്നെ ഇങ്ങനെ കിടക്കും, പിന്നെ ഇങ്ങനെ കയറും, ഇങ്ങനെ കിടക്കും, ഇങ്ങനെ. അത് എന്ന് പറയുന്നത് അത്ര ഗുഡ് അല്ല. പക്ഷെ ഇത് ഇവൻ അങ്ങനെയല്ല. ഇവൻ അരിയേഴ്സ് ഒന്നും ഇല്ലാതെ എല്ലാ ക്ലാസ്സിലും മാർക്ക് കൃത്യമായിട്ട് വാങ്ങിച്ചിട്ട്, അങ്ങനെ വലിയ കേമനൊന്നും അല്ലെങ്കിലും ഒരു മോഡറേറ്റ് ആയിട്ടുള്ള അവസ്ഥയിൽ നല്ല മാർക്ക് വാങ്ങിച്ച്, നല്ല ഓരോ വയസ്സെത്തും തോറും അവൻ കുറച്ച്, ഓരോ വർഷം കഴിയുമ്പോഴും അവൻ്റെ മെച്യൂരിറ്റി കയറി കയറി വരുന്ന ലക്ഷണമാണ്. കണ്ടോ? ഈ ഗ്യാപ്പ് നോക്കൂ, ഇങ്ങനെ കയറി 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 വരുന്നത്. ഇതൊക്കെ നിങ്ങൾ ഒരു പാഠമായിട്ട് കണ്ടു നോക്കൂ. കണ്ടോ? അവൻ കുട്ടിയായിരുന്നു, അതിനുശേഷം തീരെ മോശമായിരുന്നു കുട്ടിക്കാലത്ത്, പിന്നെ അവൻ വളർന്നുകൊണ്ടേയിരിക്കുമ്പോൾ നല്ല മെച്യൂർഡ്. ഒരു മനുഷ്യൻ്റെ ലൈഫ് സൈക്കിൾ പോലെ തന്നെയാണ് ഈ ഈ ഈ സ്റ്റോക്കിനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുക. കണ്ടോ? എത്ര ക്ലിയർ ആയിട്ട്. അവൻ വേറെ ഒരു വലിയ, അത്യാവശ്യം നോട്ടീനസ് ഒക്കെ ഉണ്ടാവും, പക്ഷെ കാര്യങ്ങളൊക്കെ വളരെ ചിട്ടയോടുകൂടി വരുന്ന കല്യാണ പ്രായമെത്തി, കല്യാണം കഴിച്ച് തുടങ്ങി, കല്യാണം കഴിച്ച് കുട്ടിയായപ്പോഴേക്കും വീണ്ടും നല്ല കുട്ടിയായി, ആളും നല്ല കുട്ടിയായി. അപ്പോൾ ഇതാണ് സ്റ്റോക്ക്. ഈ ലൈഫ് സൈക്കിൾ ഇപ്പോൾ പിടികിട്ടിയോ? ഇനി ഇതിനേക്കാളും എക്സ്പ്ലനേഷൻ വേണോ? എന്താണ് ഒരു സ്റ്റോക്കിന് നല്ലതാണോ ചീത്തയാണോ, അതിൻ്റെ പുറത്ത് ഇൻവെസ്റ്റ് ചെയ്യാമോ വേണ്ടയോ, ഒരു സ്റ്റോക്ക് എങ്ങനെ സെലക്ട് ചെയ്യണം എന്നുള്ളത് നമ്മളുടെ ലൈഫ് സൈക്കിൾ വെച്ചിട്ട് നമുക്ക് പഠിക്കാൻ പറ്റിയോ? സൊമാറ്റോയുടെ എക്സാമ്പിൾ കാണും, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് സൊമാറ്റോയുടെ എക്സാമ്പിൾ എടുക്കാം. സൊമാറ്റോ നോക്കൂ. അവനെ ക്ലാസ്സിൽ കൊണ്ടിരുത്തിയ നാൾ മുതൽ വല്ലാത്ത പെശകായിരുന്നു, അവനാകെ പെശകായിരുന്നു. കണ്ടോ? പിന്നെ അത് കഴിഞ്ഞ് അവന് കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയപ്പോഴേക്കും മെല്ലെ അവൻ്റെ സൈക്കിൾ അവനിങ്ങനെ കറക്റ്റായിട്ട് ഫോം ചെയ്യുന്നു. ഇപ്പം അവനൊരു എന്താ പറയുക, ജസ്റ്റ് ടീനേജിൽ എത്തിയിട്ടേ ഉള്ളൂ, ടീനേജിൻ്റെ അടുക്കലെത്തി നിൽക്കുന്നതേ ഉള്ളൂ സൊമാറ്റോ. അപ്പോഴേക്കും തന്നെ അവൻ നല്ല കുട്ടിയായി. ആദ്യം കുറച്ച് കൂട്ടുകെട്ടുകളൊക്കെ മോശമായിരുന്നു, അപ്പോൾ പെർഫോമൻസ് കുറച്ച് താഴെ പോയി, മേളിൽ നിന്ന് അങ്ങ് താഴെ വീണു കൊടുത്തു. അതായത് ഇത് തുടക്കപ്രായമാണ്. അതായത് ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ആവേശത്തിൽ ചാടിക്കയറി ഒറ്റയടിക്ക് മേളിൽ കയറി തവേന്ന് താഴെ വീണു. അപ്പോൾ പക്ഷെ താഴെ വീണിട്ട് അവിടെ നിന്ന് അവന് തീർച്ചയായിട്ടും നല്ല സപ്പോർട്ട് കിട്ടി, നല്ല രീതിയിൽ വീണ്ടും അവനെ കാര്യങ്ങളൊക്കെ എന്താ പറയുക, സോഷ്യൽ അവയർനെസ്, ഫാമിലി അവയർനെസ് ഒക്കെ നല്ല രീതിയിൽ കിട്ടി. മെല്ലെ 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 അവൻ്റെ ബാലാരിഷ്ടതകളൊക്കെ മാറ്റി അവനിപ്പോൾ ജസ്റ്റ് ടീനേജിലേക്ക് കാലെടുത്ത് വെച്ചു. അപ്പോൾ ഇനി ഇവിടെ എന്തുണ്ടാവും? ഇനി ചെറിയ 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 വീഴ്ചകളൊക്കെ ഉണ്ടാവും, പക്ഷെ എന്നാലും അവൻ ഇനി കയറി വരും. സൊമാറ്റോ അങ്ങനെ കയറി വരും. ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ സൊമാറ്റോ ഞാൻ എന്തുകൊണ്ട് ഹോൾഡ് ചെയ്യാൻ പറഞ്ഞു? സൊമാറ്റോ ഹോൾഡ് ചെയ്യാൻ പറഞ്ഞു നോക്കൂ. ഇവിടെ നിന്ന് 20 ഡേ, കഴിഞ്ഞ ഒരു മാസത്തെ ട്രേഡിന്റെ ആവറേജിനേക്കാളും മേളിലാണ്. പക്ഷെ അവൻ ഇപ്പൊ നിൽക്കുന്ന കഴിഞ്ഞ ഒരാഴ്ചത്തെ ട്രേഡിന്റെ ആവറേജിനേക്കാൾ താഴ്ന്നു നിൽക്കുന്നു. അപ്പൊ അത് ഇനി നാളെയോ മറ്റന്നാളോ അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ ജമ്പ് ചെയ്ത് അടുത്ത പ്രീവിയസ് ഹൈ ഇവിടെ പോകും 168, അതിനെ ബ്രേക്ക് ചെയ്ത് പിന്നെ അവൻ അടുത്ത് വീണ്ടും പോകും. ഉദാഹരണത്തിന് ഇതുപോലെ ഇവിടെ സംഭവിച്ചിരിക്കുന്ന എന്താ, ഈ ഹൈ വന്നു, താഴെ വീണു, വീണ്ടും മെല്ലെ 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 ഈ ഹൈക്ക് മേളിൽ വന്നു, അവിടെ നിന്ന് വീണ്ടും ചെറിയൊരു ഡൗൺ വന്നു, പിന്നെ ഒറ്റയടിക്ക് ഈ ഹൈയും ഈ ഹൈൻ്റെ ഇടയിൽ ഏതാണ്ട് ഒരു മാസത്തെ ടൈമിംഗ് പീരീഡ് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 അല്ലെങ്കിൽ 21 22 ദിവസത്തെ ട്രേഡ് കറക്റ്റായിട്ട് ഒരു മാസം മുതൽ അടുത്ത മാസത്തിനുള്ളിൽ അവൻ്റെ വളർച്ച എത്രയായിരുന്നു? താഴെ പോയി വീണെങ്കിലും അവന് ഓവറോൾ ഒരു മാസത്തിൻ്റെ അവൻ 14% വളർന്നിരിക്കുന്നു. വെറും ജസ്റ്റ് 22 ഡേയ്സ് ഓഫ് ട്രേഡിംഗ് മാത്രമാണ് ഞാൻ പറയുന്നത്. 22 ഡേയ്സ് ഓഫ് ട്രേഡിങ്ങിൽ അവൻ 14% വളർന്നിരിക്കുന്നു. അത് കഴിഞ്ഞ് അടുത്ത ഒരു മാസത്തിൽ അവൻ എന്താ സംഭവിച്ചിരിക്കുന്നത്?
അവൻ്റെ വളർച്ച 6%. പിന്നെ അവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് താഴ്ന്നിട്ട് അവൻ വീണ്ടും, അപ്പോൾ ഇനിയിപ്പോൾ ഇനി അടുത്ത പ്രീവിയസ് ലെവൽ ഹൈ നോക്കുന്ന കാര്യത്തെപ്പറ്റി ആരോ ചോദിച്ചിരുന്നില്ലേ? ഇതാ നോക്കൂ, ഈ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇതാണല്ലോ സൊമാറ്റോയുടെ ഇപ്പോഴത്തെ ഹൈ. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് എന്താ സംഭവിക്കുക? ഏറ്റവും ഇമ്മീഡിയറ്റ്ലി സംഭവിക്കാൻ പോകുന്നത് ഈ ഹൈ തന്നെ നിങ്ങൾ നോക്കൂ. ഇപ്പോൾ ഇവിടെ നിന്ന് ഇത്രയും വന്നെങ്കിൽ അടുത്ത ഹൈ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇതിനെ അങ്ങനെ മാറ്റി നോക്കിക്കഴിഞ്ഞാൽ കുറഞ്ഞ പക്ഷം 177 പ്ലസ് 1 മടങ്ങ്, ഇതിൻ്റെ 1 മടങ്ങ് ഇങ്ങോട്ട് വെച്ചാൽ തന്നെ അത് ഏറ്റവും കുറഞ്ഞ, അപ്പോൾ 177 അല്ല 185 വരെ നമുക്കപ്പോൾ ഇനി സാധ്യതയുണ്ട്. അതിൻ്റെ 185 വരെയും സൊമാറ്റോ റീസെൻറ്റ് ടൈംസിൽ പോകാൻ സാധ്യതയുണ്ട്. ഇത്രയും കൂടെ പോകാൻ സാധ്യതയുണ്ട്. നോക്കൂ, ഇത്രയാണല്ലോ ഈ ഹൈയിൽ നിന്നും ലോയിൽ പോയിട്ട് തിരിച്ച് ഏതാണ്ട് നോക്കൂ, ഇതിലിങ്ങനെ നീക്കി കറക്റ്റായിട്ട് നോക്കൂ. ഇപ്പം നോക്കൂ, ഈ ലോ ഇവിടെ നിന്ന് ഒരു ലോ പോയി ഈ 20-യുടെ മൂവിങ് ആവറേജ് കട്ട് ചെയ്ത് താഴെ വന്നിട്ട് തിരിച്ച് പോയവൻ, അവൻ ഇവിടെ നിന്ന് താഴെ വന്നിട്ട് അടുത്ത 1 മാസത്തിനുള്ളിൽ ഇത്രയും കയറി. അതേമാതിരി അപ്പോൾ ഈ ഹൈയിൽ നിന്നും തിരിച്ച് കയറുമ്പോൾ അവൻ കണ്ടോ, ഏതാണ്ട് നമ്മൾ വരച്ച 185 അത് ഏതാണ്ട് 186 അല്ലെങ്കിൽ 85 പോട്ടെ, നമ്മളൊരു ഡീവിയേഷൻ കൊടുത്തേക്കാം, നമുക്ക് ചെറിയൊരു കൺസെഷൻ ഒക്കെ കൊടുത്താലും 185 അപ്രോക്സിമേറ്റ്ലി വരാൻ സാധ്യത. ഇതെങ്ങനെ കണ്ടെത്തി? പ്രീവിയസ് ഹൈയിൽ നിന്ന് ലോയിൽ പോയിട്ട് തിരിച്ച് കയറിയപ്പോൾ ഉണ്ടായ ഒരു ഡിസ്റ്റൻസ്, ആ തിരിച്ച് കയറിയപ്പോൾ ഉണ്ടായ ഒരു സ്പൈക്ക് എത്രയാണോ അതിൻ്റെ റേഷ്യോ വെച്ചിട്ട് നമ്മൾ ഇവിടെയും അതിനെ കാൽക്കുലേറ്റ് ചെയ്ത ഇതാണ് ഇപ്പോൾ നിൽക്കുന്ന പ്രസൻറ്റ് സിറ്റുവേഷനിലെ പ്രീവിയസ് ഹൈ ഇവിടെയാണ്. അവിടെ നിന്ന് അവൻ താഴെ പോയിട്ട് തിരിച്ച് കയറി തുടങ്ങി. ഇനി അവൻ കയറുകയാണെങ്കിൽ ഒന്നാമത് നല്ല റിസൾട്ടും കൂടെ കൊടുത്തിട്ടുണ്ട്, സ്ട്രെങ്ത്തും കാണിക്കുന്നുണ്ട്, നല്ല സ്ട്രെങ്ത്താണ്. അതേമാതിരി ADX പോസിറ്റീവും സ്ട്രെങ്ത്തിലുണ്ട്, നെഗറ്റീവ് താഴെയാണ്. ഇതെല്ലാം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവൻ മെല്ലെ 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 ഇനി വരാൻ പോകുന്ന 1 മന്ത്, അതാണ് പറഞ്ഞത് 22 അല്ലെങ്കിൽ 1 മന്തിനുള്ളിൽ അവൻ ഏതുവരെ വരാം? 185 to 187 വരെ ഓർ പ്ലസ് 190 പോയെന്ന് വരാം.